ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ബോയ് നെക്സ്റ്റ് വേൾഡ് എന്ന സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ സിറ് ഇപ്പോൾ ആ ഒരു വൈറ്റ് കളറായിട്ടുള്ള ആ റൂമിൻ്റെ അകത്തിരിക്കുന്ന കാണുവാണ്. അതേസമയം ഈ കാര്യം നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ കണ്ട ആ ഒരു സീനിൻ്റെ ടൈമിൽ തന്നെയാണ്. അതായത് ക്യാനാണെങ്കിൽ അവിടെയുള്ള ആ സിറിൻ്റെ അടുത്ത് നിന്നിട്ട്, നീ എൻ്റെ സിറിൻ്റെ അടുത്ത് ഒന്ന് പറയാവോ, എനിക്ക് അവൻ ഒത്തിരി ഇഷ്ടമാണെന്നും ഞാൻ എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കിയെന്നും ആ കാര്യം അവൻ ആ സിറിനോട് പറയുമ്പോഴാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ സിറിനെ കാണിക്കുന്നത്. നമ്മുടെ സിറ് ഇവിടെ ഇരിക്കുവാണ്. അവന് ക്യാനാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അവൻ പുറത്തേക്ക് പോകാൻ പറ്റാതെ പെട്ടിരിക്കുവാണ്. അതേസമയം നമ്മുടെ ക്യാനാണെങ്കിൽ മറ്റേ സിറിനോട് ഈ ഫീലിങ്സൊക്കെ ഓപ്പണാക്കി തുറന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സിറിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. ആ കേൾക്കുന്നതിലൂടെ സിറിന് മനസ്സിലാവുന്നുണ്ട് ക്യാന് തന്നെ ഇഷ്ടമാണെന്ന്. അങ്ങനെ സിറാണെങ്കിൽ അവിടെ ആ റൂമിൽ നിന്നുകൊണ്ട്, എന്നെ ഒന്ന് പുറത്ത് വിട്, ക്യാൻ എനിക്ക് തിരിച്ചു തരണം പ്ലീസ്, എന്നെ പുറത്ത് വിടാനായിട്ട് പറയുന്നുണ്ട്. അതേസമയം ആ റൂമിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ആ സിറാണെങ്കിൽ ഇവനെ പെട്ടെന്ന് അവിടെ നിന്ന് പിടിച്ച് ഉന്തുമ്പോഴത്തേക്കും അവൻ ആ റൂമിൽ നിന്ന് അങ്ങ് പുറത്തേക്ക് എങ്ങനെയോ ഇൻവിസിബിളായി പോകുന്നുണ്ട്. അതേസമയം അവൻ ഉന്തുമ്പോൾ തന്നെ ആ ഒരു സിറാണെങ്കിൽ നിനക്ക് തിരിച്ചു പോകാൻ ടൈമായെന്നും പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ക്യാനിനെ ഇപ്പോൾ കാണിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ട പോലെ തന്നെയാണ്. ഇനി ഞാൻ നിന്നെ ഒരിക്കലും ശല്യം ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞ് നടക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന സിറിന് ഒരു തലവേദന വരുന്നത്. അതിന് കാരണം നമ്മുടെ സിറ് ശരിക്കും തിരിച്ച് വരുന്നത് കൊണ്ടായിരുന്നു. അങ്ങനെ അവന് തലവേദന വന്ന് കഴിയുന്നതും അങ്ങോട്ടേക്ക് നമ്മുടെ സിറ് തിരിച്ചെത്തുന്നുണ്ട്. ഉടനെ തന്നെ ക്യാനിൻ്റെ കൈ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട്, പ്ലീസ് ക്യാൻ, എന്നെ വിട്ട് പോവല്ലേ പ്ലീസ്, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. നിനക്ക് വേണ്ടിയിട്ട് നിൻ്റെ അച്ഛൻ്റെ ഫ്ലൂട്ട് ഞാൻ എപ്പോഴും വായിച്ചുതരാം. നിനക്ക് ഉറക്കം വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കിടത്തി ഉറക്കിക്കോളാം. നിനക്ക് ഒറ്റപ്പെടൽ തോന്നുവാണെങ്കിൽ കൂട്ടിന് ഞാൻ ഇരുന്നോളാം. പ്ലീസ് എന്നെ വിട്ടിട്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ കരയുന്നുണ്ട്. അതേസമയം നമ്മുടെ ക്യാനിന് തൻ്റെ സിറാണോ ഇത് എന്നൊരു തോന്നൽ വന്നിട്ട് നേരെ അവൻ്റെ നെറ്റിയിലേക്ക് നോക്കുമ്പോൾ സിറിന് എപ്പോഴുമുള്ള ആ ഒരു പാട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മനസ്സിലായി അവൻ്റെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സിറ് പോയിട്ട് തൻ്റെ സിറ് തിരിച്ചു വന്നു എന്ന്. അങ്ങനെ ക്യാൻ, ഇത് ശരിക്കും നീയാണോ, നിനക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടോ, നമ്മുടെ പേപ്പർ കപ്പ് ഫോണൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് അവനും വിഷമിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ, എനിക്കെല്ലാം ഓർമ്മയുണ്ട് പ്ലീസ് ഇട്ടിട്ട് പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്യാനും സിറും കൂടെ കരയുന്നുണ്ട്, പരസ്പരം ഹഗ് ചെയ്യുന്നുണ്ട്. ഇനി ഒരിക്കലും ഇട്ടിട്ട് പോകത്തില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം അവരാണെങ്കിൽ കോളേജിൻ്റെ പുറത്തായിട്ട്, അതായത് കോളേജിൻ്റെ ആ ഒരു ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയാണ്, അവിടെ ഒരു ബെഞ്ചിലായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുവാണ്. ആ സമയം ക്യാനാണെങ്കിൽ സിറിൻ്റെ അടുത്ത് നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. കാരണം സിറിന് ഇവിടെ മറ്റൊരു സിറ് വന്നു എന്നറിയാം, എന്നാലും എന്താണ് നടക്കുന്നതെന്ന് ആ ഒരു റൂമിൽ ഇരുന്ന് അവന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാനിപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ സിറാണെങ്കിൽ, അല്ല അപ്പോൾ ഞാനല്ല ആ സിറെന്ന് നിനക്ക് മനസ്സിലായില്ലേ, എങ്ങനെയാണ് നീ മനസ്സിലാക്കിയെന്ന് ചോദിക്കുകയാണ്. ആ സമയം, അത് പിന്നെ നിൻ്റെ നെറ്റിയിലൊരു പാടുണ്ട് എന്ന് ആ സിറിന് നെറ്റിയിൽ പാടില്ലായിരുന്നു, അപ്പോൾ എനിക്ക് മനസ്സിലായി നീ തിരിച്ച് നിൻ്റെ പാരലൽ യൂണിവേഴ്സിൽ പോയെന്ന്. പിന്നെ ഒരു കാര്യം, നീ ആ പാരലൽ യൂണിവേഴ്സിലോട്ട് പോയപ്പോൾ നിൻ്റെ ക്യാനിനെ മീറ്റ് ചെയ്തു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ഇവൻ എന്തുകൊണ്ടോ സത്യം തുറന്ന് പറയാൻ ഒരു മടിയുണ്ട്, പേടിയുമുണ്ട്. അതുകൊണ്ട് തന്നെ പാരലൽ യൂണിവേഴ്സിൽ നിന്ന് താൻ ഇവനോട് പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് തുറന്ന് പറയത്തില്ല. പക്ഷേ ആക്ച്വലി ഇപ്പോൾ പാരലൽ യൂണിവേഴ്സ് എക്സിസ്റ്റിംഗ് ആണെന്ന് അവനും മനസ്സിലാക്കി, നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷേ അവനിപ്പോൾ അവർ സത്യം തുറന്ന് പറയാതെ, കാണാൻ പറ്റിയില്ല, അത് പിന്നെ ഞാനാണെങ്കിൽ കണ്ണ് തുറന്നപ്പോൾ എന്തോ ഒരു സ്വപ്നലോകത്തെത്തിയൊരു ഫീലായിരുന്നു, ഞാനാണെങ്കിൽ നിന്നെ ഇനി കാണാൻ പറ്റത്തില്ലേന്നോർത്ത് ടെൻഷനായി നിൽക്കുമായിരുന്നു എന്ന് മാത്രം പറയുവാണ്. ആ സമയം ക്യാൻ, എനിക്കും ഇനി നിന്നെ കാണാൻ പറ്റത്തില്ലെന്ന് ഓർത്തിട്ട് ഞാൻ വല്ലാണ്ട് ടെൻഷനായി പോയി. എന്തായാലും നീ ഇപ്പോൾ തിരിച്ചു വന്നല്ലോ, ഇനി ഒരിക്കലും വിട്ടിട്ട് പോകരുതെന്നൊക്കെ പറയുമ്പോൾ സിറാണെങ്കിൽ ഞാൻ ഒരിക്കലും പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം ക്യാനാണെങ്കിൽ, പിന്നെ സോറി, ഞാനൊരാൾ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാൻ നിന്നെ തിരിച്ച് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കാതിരുന്നെങ്കിൽ, അതേപോലെ ഞാൻ നിന്നെ എൻ്റെ അടുത്തുനിന്ന് അകറ്റി നിർത്താതിരുന്നെങ്കിൽ ആ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകത്തില്ലായിരുന്നു, ഇങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ ലോകത്ത് എത്ര സിറുണ്ടെങ്കിലും എനിക്ക് നിൻ്റെ കൂടെ മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ, നിന്നെ മാത്രമാണ് ഞാൻ സ്നേഹിക്കുന്നത്, പ്ലീസ് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ അവനെ ഹഗ് ചെയ്തിട്ട്, സോറി പറയേണ്ട ഒരു ആവശ്യമില്ല, സത്യം പറഞ്ഞാൽ സോറി പറയേണ്ട ഞാനാണെന്ന് പറഞ്ഞിട്ട് ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. ക്യാനപ്പോൾ എന്തിനാ എന്നോട് സോറി പറയുന്നു ചോദിക്കുമ്പോൾ സിറാണെങ്കിൽ, അത് പിന്നെ കുറേ കാര്യങ്ങളുണ്ട്, അതിനെല്ലാത്തിനും കൂടെയാണ് സോറി പറയുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാന്, നീ എനിക്ക് സോറി എന്ന് പറയണ്ട, പക്ഷേ ഒരു കാര്യം നീ പ്രോമിസ് ചെയ്യാവോ, അതായത് എന്നെ ഒരിക്കലും വിട്ടിട്ട് പോകത്തില്ല എന്ന് പ്രോമിസ് ചെയ്യാവോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം സിറ്, ഓഫ്കോഴ്സ് ഞാൻ പ്രോമിസ് ചെയ്യാം, ഒരിക്കലും വിട്ടിട്ട് പോകത്തില്ല, നീ ഇനിയിപ്പോൾ എന്നെ ഒഴിവാക്കാൻ നോക്കിയാൽ പോലും ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്, പ്രോമിസ് കൊടുക്കുന്നുണ്ട്. അതേസമയം സൈഡിലായിട്ട് ഇതെല്ലാം മാറി നിന്ന് വിമ്മും ജിന്നും കാണുവാണ്. ഇത്രയും ദിവസം അവരുടെ രണ്ട് ഫ്രണ്ട്സും രണ്ട് രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാം ഓക്കെ, പഴയതുപോലെ ആയാലും രണ്ടുപേർക്കും നല്ല സന്തോഷമുണ്ട്. വിമ്മാണെങ്കിൽ നല്ലതുപോലെ സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം വിമ്മിൻ്റെ അടുത്ത് നിൽക്കുന്ന ജിന്നിന് എന്തുകൊണ്ടാണ് തനിക്ക് വിമ്മിൻ്റെ മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റാത്തതെന്ന് എന്തുകൊണ്ടോ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും വിമ്മ് മൈൻഡിൽ പറയുന്ന എന്തുണ്ടെങ്കിലും അവനത് ക്ലിയർ ആവുന്നില്ല.
കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിൻ്റെ ആ ഒരു സിംറ്റം സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിമ്മ് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വാക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ വിമ്മ് അവൻ്റെ മൈൻഡിൽ പറയുന്നത് ഒന്നും തന്നെ ജിന്നിന് കേൾക്കാൻ പറ്റുന്നില്ല. ജിന്നിന് ഫുള്ള് ബ്ലാങ്ക് ആവുകയാണ് നമ്മുടെ വിമ്മ് എന്തെങ്കിലും മൈൻഡിൽ പറയുന്ന ടൈമിന്. അതുകൊണ്ട് തന്നെ ജിന്ന് അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വിമ്മാണെങ്കിൽ ജിന്ന് സൈലൻ്റായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് ഒരു പക്ഷേ ജിന്നിന് ഇപ്പോഴും കുറച്ച് ദിവസമായിട്ട് സിറാണെങ്കിൽ ക്യാനെ അവോയ്ഡ് ചെയ്യുകയും ബോയ് ഫ്രണ്ട് അല്ലാന്ന് പറയുകയും ചെയ്ത് ക്യാനെ വിഷമിപ്പിച്ചതുകൊണ്ട് തന്നെ ഇപ്പോഴും അവന് സിറിനോട് ദേഷ്യം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് വിം ജിന്നിനോട് ജിൻ നീയാണെങ്കിൽ അവനോട് ദേഷ്യപ്പെടാൻ പോവല്ലേ, അത് പിന്നെ അവൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവൻ ക്യാനെ ഒഴിവാക്കാൻ നിന്നത്, ഇല്ലെങ്കിൽ അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ലായിരുന്നു. നീ അവൻ്റെ അടുത്തുള്ള ദേഷ്യമൊന്ന് മാറ്റിക്കളയാവോ. അവനാണെങ്കിൽ ക്യാനിനെ സ്കൂൾ ടൈം തൊട്ടേ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവനാണെങ്കിൽ പാരലൽ യൂണിവേഴ്സിൻ്റെ കാര്യവും പറഞ്ഞിട്ട് എന്നിങ്ങനെ പറഞ്ഞു വരുവാണ്. അപ്പോഴാണ് അവനാണെങ്കിൽ പെട്ടെന്ന് അയ്യോ ഞാനിതെന്തുവാ പറഞ്ഞ പാരലൽ യൂണിവേഴ്സ് കള്ളത്തരം, അയ്യോ എല്ലാം പൊളിഞ്ഞല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ വിമ്മാണെങ്കിൽ അയ്യോ ഇനിയിപ്പോൾ എന്താ പറയുന്നത് ഓർത്ത് ടെൻഷനാവുന്നുണ്ട്. ആ സമയം നമ്മുടെ സിറിൻ്റെ മൈൻഡ് വായിച്ച് സ്റ്റാർട്ടിങ് തൊട്ടേ എല്ലാം അറിയാമെന്നുള്ള ജിന്നാണെങ്കിൽ ഇല്ലല്ല എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അതുകൊണ്ട് നീ ടെൻഷനാവണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിമ്മാണെങ്കിൽ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നോ, നീ ഇതെന്താ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ അത് പിന്നെ സിറിനോട് എല്ലാം തുറന്നു പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ സമയം വിമ്മാണെങ്കിൽ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, അവനാകെ കാര്യങ്ങളൊക്കെ എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ നീ ഇതെങ്ങനെ അറിയാനായെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ അത് പിന്നെ ഞാനും നേരത്തെ അറിഞ്ഞതാണ്, എനിക്കിത് മുമ്പേ അറിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ വിമ്മ് അത് വിശ്വസിക്കാതെ ഇല്ലല്ല സിറാണെങ്കിൽ അത് എൻ്റെ അടുത്ത് മാത്രം പറഞ്ഞ കാര്യമാണ്, ഞാനും അവനും കുഞ്ഞിനെ തൊട്ടേ ഫ്രണ്ട്സാണ്, അവനത് മറ്റാരോട് ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ വിമ്മിൻ്റെ കൈ പിടിച്ചിട്ട് വിം എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ടെൻഷനായി നിൽക്കുകയാണ്. ആ സമയം വിമ്മ് നീ ചുമ്മാ മിണ്ടാതെ നിന്നിട്ട് ടെൻഷനാവുന്ന പോലെ നോക്കി എന്നെ പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട, ഞാൻ പേടിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെയും ജിന്ന് സൈലൻ്റായിട്ട് നിൽക്കുമ്പോൾ വിമ്മാണെങ്കിൽ എനിക്കും ചെറുതായിട്ട് ടെൻഷനായി തുടങ്ങുന്നുണ്ട്, എന്താ കാര്യം പറയാനായിട്ട് പറയാണ്. പെട്ടെന്ന് ജിന്ന് എനിക്ക് എല്ലാവരെയും മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വിമ്മാണെങ്കിൽ ഒരുമാതിരി തന്നെ കളിയാക്കുന്നതായിട്ടാണ് അവന് ഫീൽ ആകുന്നത്. അതായത് ജിന്നും വിമ്മും എപ്പോഴൊക്കെ ഒരുമിച്ചുണ്ടോ അപ്പോഴെല്ലാം ജിന്നിന് പിന്നെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വേറെ ടീസ് ചെയ്യുകയും കളിയാക്കുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവനെ കളിയാക്കുവാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വിമ്മാണെങ്കിൽ എല്ലാം ഓക്കെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിനു മുമ്പേ കളിയാക്കിയത്. എന്നാൽ ഇതുപോലൊരു വിഷയം വെച്ചിട്ട് തന്നെ പറ്റിക്കാൻ നോക്കുകയാണോ, താനെന്ത് പൊട്ടനാണോ എന്നുള്ള രീതിയിലൊരു മൈൻഡ് സെറ്റ് അവന് ക്രിയേറ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ ജിന്നിപ്പം ഇങ്ങനെ പറയുന്നതും വിമ്മാണെങ്കിൽ ഞാനെന്താ പൊട്ടനെന്നാണോ വിചാരിച്ചത്, നിനക്കെപ്പോഴും എന്നെ ഇങ്ങനെ കളിയാക്കാൻ മാത്രം നിനക്കെന്താ മതിയായില്ലേ, എന്നെ ഇങ്ങനെ കളിയാക്കുന്ന എന്തിനാ, എപ്പോഴും എന്തിനാ എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ഇല്ല വിം ഞാൻ സത്യം പറഞ്ഞതാ, ഞാൻ ഒരിക്കൽ പോലും നിന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. വിമ്മപ്പോൾ ദേ ഇനിയും എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറാൻ നിൽക്കുകയാണെങ്കിൽ മേലെ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നത് പറഞ്ഞിട്ട് വിമ്മാണെങ്കിൽ അവൻ്റെ കൈയും വിട്ടിട്ട് അവിടെ നടന്നു പോവുകയാണ്. അങ്ങനെ വിമ്മ് നടന്നു പോകുന്ന ടൈമിന് ഇവനെന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും പറ്റിച്ച് എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ നിൽക്കുന്നത്, എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ആ സമയം ജിന്ന് വിടുന്നില്ല, നേരെ ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇവൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ പറയുന്നതെന്ന് കേൾക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം വിമ്മാണെങ്കിൽ എൻ്റെ കൈ വിടാൻ പറയുമ്പോൾ ജിന്നാണെങ്കിൽ പ്ലീസ് ഞാൻ ഒന്ന് പറയുന്നതെന്ന് കേൾക്ക്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അതിന് കാരണം എനിക്ക് നിങ്ങളുടെ മൈൻഡ് വായിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. സിറിന് സ്കൂൾ ടൈം തൊട്ടേ ക്യാനിനെ ഇഷ്ടമാണെന്നും നിൻ്റെ അടുത്ത് ക്യാനിൻ്റെ ഫ്രണ്ടാവാൻ പറഞ്ഞെന്നും സിറ് അവനറിയാതെ എപ്പോഴും ക്യാനിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നെന്നും പിന്നെ ഇപ്പോൾ പാരലൽ യൂണിവേഴ്സിൻ്റെ കള്ളം പറഞ്ഞിട്ടാണ് ബോയ് ഫ്രണ്ടാണ് ഡേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അവനുമായിട്ട് കൂടിയതെന്നും ഒക്കെ എനിക്കറിയാം, അതെല്ലാം നിങ്ങളുടെ മൈൻഡ് വായിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം വിമ്മൊന്നും മിണ്ടുന്നില്ല. ജിന്നപ്പോൾ എന്നൊന്ന് വിശ്വസിക്കും വിമ്മെന്ന് പറയുമ്പോഴത്തേക്കും വിമ്മാണെങ്കിൽ നിനക്കാണെങ്കിൽ മൈൻഡ് വായിക്കാൻ ശരിക്കും പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ മനസ്സിൽ കൂടെ എന്തൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് നിനക്ക് അറിയാൻ പറ്റുമായിരിക്കുമല്ലോ എന്ന് പറയാണ്. ആ സമയം ജിന്ന് അത് പിന്നെ എനിക്കിപ്പോൾ അറിയത്തില്ല, നിൻ്റെ മൈൻഡിലുള്ളതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. വിമ്മപ്പോൾ കണ്ടോ നീ എന്താ എന്നെ ശരിക്കും പറ്റിക്കാൻ നോക്കുവാണോ, നീയല്ലേ പറഞ്ഞത് നിന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന്, എന്നിട്ടിപ്പോൾ കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നീ ശരിക്കും എന്നെ വെച്ച് കളിക്കുവാണല്ലേ, എന്തിനാ വെറുതെ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്, എന്തിനാ എൻ്റെ ഫീലിങ്സ് വെച്ച് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിം അവിടെ ദേഷ്യത്തിൽ നടന്നു പോകാൻ തുടങ്ങുകയാണ്. ആ സമയം ജിന്നാണെങ്കിൽ അതിന് കാരണം എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടാന്ന് പറഞ്ഞിട്ട് വിമ്മിൻ്റെ അടുത്ത് നീ എന്നെ ഈ ഒരു കാര്യത്തിൽ മാത്രം വിശ്വസിക്ക്, നിന്നെ എനിക്ക് എപ്പോഴാണോ മൊത്തത്തിൽ പൂർണ്ണമായിട്ട് ഇഷ്ടമായത് അതിനുശേഷം നിൻ്റെ മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, എനിക്ക് നിൻ്റെത് മാത്രം എന്തുകൊണ്ടാണ് കേൾക്കാൻ പറ്റാത്തതെന്ന് എനിക്കും അറിയത്തില്ല, പ്ലീസ് നീ ഈ ഒരു കാര്യം മാത്രം വിശ്വസിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ വിമ്മ് അതിനപ്പോൾ ഒരു മറുപടി കൊടുക്കാതെ നടന്നു പോകുന്നുണ്ട്. ജിന്നിനും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവനവിടെ നിൽക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് ക്യാൻ
അടുത്ത ദിവസം കോളേജിൽ വരുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ടീയും നളിനും ഒക്കെ അവന് മെസ്സേജ് അയക്കുകയും കോൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടും അവൻ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും പറ്റിപ്പോയെന്ന് എഴുതിയിട്ടും അവനിപ്പോൾ കോളേജിലേക്ക് വരുമ്പോഴത്തേക്കും അവൻ്റെ അടുത്തേക്ക് ടീയും നളിനും വന്നിട്ട് നിനക്ക് വയ്യ നിനക്ക് ഓക്കെ ആണോ നീ എന്താ നമുക്ക് റിപ്ലൈ തരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. തൊട്ടടുത്ത് ഇപ്പോൾ സിർ ഇരിപ്പുണ്ട്. കാരണം ഓർമ്മ തിരിച്ചു വന്നുകൊണ്ട് പഴയതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ക്യാൻ്റെ കൂടെ 24/7 ഉണ്ട്. ക്യാനപ്പോൾ ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. അതേസമയം ടീയും നല്ലും നോക്കുമ്പോൾ ഇത്രയും ദിവസം ക്യാനെ അവോയ്ഡ് ചെയ്ത് സിറപ്പ് ഇതാ വന്നിരിക്കുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അപ്പോൾ നിൻ്റെ ഓർമ്മശക്തി പോയതെല്ലാം തിരിച്ചു വന്നു, അതുകൊണ്ടാണോ നീ ഇപ്പോൾ ഇവൻ്റെ അവിടെ നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ സിറല്ല. ആ ഒരു ടൈമിന് ഇവൻ്റെ ഫിയാൻസി ആണെങ്കിൽ ക്യാനെ അടിക്കാൻ പോവുകയും അത് തടങ്ങിയതിനെ തുടർന്ന് ടീ ആണെങ്കിൽ സിറിനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു റോമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ സമയം സിറിന് ഇവളെ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ അതൊരു മറ്റൊരു സിറായതുകൊണ്ട് തന്നെ ക്യാനിനെ പറ്റി പറയുന്നതെല്ലാം തന്നെ ആ സിർ അവഗണിക്കുകയും ചെയ്തായിരുന്നു. ഇവൾ പറയുന്നതിന് ഒരു വാക്കും വിലയും ഒന്നും കൊടുക്കാതെ നിൽക്കുമായിരുന്നു. ടീക്ക് ഇപ്പം ഇരിക്കുന്ന സിറും കഴിഞ്ഞ ദിവസം അവൾ കണ്ട സിറും ഒരേ ആളല്ല എന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ അവളെ കഴിഞ്ഞ ദിവസം അവഗണിച്ച ഈ സിറിൻ്റെ അടുത്ത് അവൾക്കിപ്പോഴൊരു ദേഷ്യമുണ്ട്. അവൾ ആ ദേഷ്യത്തിൻ്റെ ടോണിൽ തന്നെയാണ് ഇപ്പോൾ സിറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് നിനക്ക് നിൻ്റെ ഓർമ്മയൊക്കെ തിരിച്ചു വന്നു, അതുകൊണ്ടാണോ നീ ഇപ്പോൾ ക്യാനിൻ്റെ അടുത്തേക്ക് വന്നേക്കുന്നത്, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത്, ഇന്നലെ തന്നെ നീ എൻ്റെ അടുത്ത് എങ്ങനെയാണ് സംസാരിച്ചത്, നിനക്ക് എങ്ങനെ ഇങ്ങനെ മിണ്ടായിരിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ക്യാനാണെങ്കിൽ അയ്യോ അങ്ങനെയൊന്നും പറയല്ല, അവന് ശരിക്കും ഓർമ്മയില്ലാതിരുന്നതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ടീ മര്യാദയ്ക്ക് ഇരിക്കുന്നില്ല. അവളാണെങ്കിൽ വീണ്ടും ദേഷ്യത്തിൽ തന്നെ സംസാരിച്ചിട്ട് അതിൻ്റെ ഫിയാൻസി വരെ ഇവൻ അടിക്കാൻ നോക്കി, എന്നിട്ട് പോലും നീ തിരിച്ച് റിയാക്ട് ചെയ്തില്ലല്ലോടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയമാണ് നമ്മുടെ സിറിന് മനസ്സിലാവുന്നത് അവനൊരു ഫിയാൻസി ഉണ്ടെന്ന് പോലും. കാരണം അവനിതൊന്നും ഇതിനായിട്ട് അറിഞ്ഞിട്ട് പോലും ഇല്ല. അതേസമയം ടീ വീണ്ടും റിയാക്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്കും നളിനാണെങ്കിൽ ടീ നീ ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടിട്ട് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് പറയാണ്. അങ്ങനെ ടീ സൈലൻ്റ് ആവുന്നുണ്ട്. അതേസമയം തന്നെ സിറ് ക്യാനിൻ്റെ അടുത്ത് എൻ്റെ ഫിയാൻസിയോ അവൾ നിന്നെ അടിച്ചോ എന്താ കാര്യം ചോദിക്കുകയാണ്. ആ സമയം ക്യാനാണെങ്കിൽ അത് പിന്നെ ഇങ്ങനെ അതിനെക്കുറിച്ച് പറയാനായിട്ട് വിട്ടുപോയതാ, എന്നൊന്നും ചെയ്തില്ലായിരുന്നു അവൾ, അത് പിന്നെ അതിന് മുമ്പേ ടീ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു, ഞാൻ ഓക്കെ ആണെന്ന് പറയാണ്. അതേസമയം നളിനാണെങ്കിൽ സിർ എനിക്ക് എൻ്റെ അടുത്ത് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്, എന്നാൽ നീ സത്യമായിട്ട് മറുപടി പറയണമെന്ന് പറയുമ്പോഴത്തേക്കും ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നളിൻ നിനക്ക് ശരിക്കും ഇവന് ഇഷ്ടമാണെന്ന് വെച്ചപ്പോൾ അതേന്ന് പറയുന്നുണ്ട്. നളിനപ്പോൾ എങ്കിൽ പിന്നെ നീ ഇവനെ നല്ലതുപോലെ നോക്കിക്കോളാം എന്ന് ചോദിക്കുമ്പോൾ അതിന് തന്നെ ഞാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നുണ്ട് നളിനപ്പോൾ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച പോലെ ഇനി സംഭവിക്കത്തില്ല എന്ന് നിനക്ക് ഉറപ്പ് തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അത് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടാന്ന് സിർ പറയുന്നുണ്ട്. നളിനപ്പോൾ എങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ടും നിന്നെ ഞങ്ങൾ വെറുതെ വിടത്തില്ല, നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ ക്യാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഞാനൊരിക്കലും വിട്ടുകൊടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം ക്യാനാണെങ്കിൽ ഇതൊക്കെ കേട്ട് ബ്ലഷ് ആകുമ്പോഴത്തേക്കും ടീ ആണെങ്കിൽ ബ്ലഷ് ആവാൻ കണ്ട നേരം മര്യാദയ്ക്ക് ഇരിക്കടാന്ന് പറയുന്നുണ്ട്. അതേസമയം ക്യാനാണെങ്കിൽ അല്ല ജിന്നും അഷിയും എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നളിനാണെങ്കിൽ ജിന്നിന് കുറച്ച് വർക്കുണ്ട്, പിന്നെ അഷി അവൻ്റെ അടുത്ത് പോകാൻ പറ, അവൻ എവിടെയെന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഇരിക്കുന്നുണ്ട്. അടുത്ത അഷീനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ കോളേജിൽ പോപ്പുലർ പയ്യനാണ്, അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പെൺപിള്ളേരായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ഏതോ ഒരു പെങ്കൊച്ചായിട്ട് നീയാണ് എൻ്റെ എല്ലാം, നീ മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പഞ്ചാരടിച്ചൊക്കെ വരുന്ന ടൈമിനാണ് അവിടെ വെച്ചിട്ട് ലുക്പ്രേനെ കാണുന്നത്. ഇവളിപ്പോൾ എന്തോ പദ്ധതിയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവളെ കാണുമ്പോൾ അതിനേക്കാളും ലുക്കുള്ളൊരു പെങ്കൊച്ച്. അപ്പോൾ അവളെ നോട്ടമിട്ടു. അങ്ങനെ ഫോണിൽ സംസാരിച്ചിരുന്ന പെങ്കൊച്ചിൻ്റെ അടുത്ത് പ്രൊഫസർ വന്നു എന്ന് പറയും കോൾ കട്ട് ചെയ്തിട്ട് ലുക്പ്രേനെ എന്നൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അവൾ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണ് എങ്ങനെയാണെന്നൊന്നും കാണിക്കുന്നില്ല. നേരെ അവിടെ നിന്ന് സീൻ കട്ടായിട്ട് അടുത്ത് സിറിനെ കാണിക്കുമ്പോൾ സിർ ഇപ്പോൾ റോമിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്. സിർ പഴയതുപോലെ ആയെന്ന് റോം അറിഞ്ഞു, അതുകൊണ്ട് തന്നെ നീ തിരിച്ചു വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിറപ്പോൾ റോമിൻ്റെ അടുത്ത് എൻ്റെ ഫിയാൻസി ആരാ, അവളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. ആ സമയം റോം അതൊക്കെ എൻ്റെ അടുത്താണ് ചോദിക്കുന്നത്, നീ പോയി നിൻ്റെ ബോയ് ഫ്രണ്ടിനോട് ചോദിക്കാൻ പറയുമ്പോൾ അത് പിന്നെ അവളെക്കുറിച്ച് ചോദിച്ചിട്ട് ക്യാൻ ടെൻഷനാണോന്ന് എനിക്ക് തീരെ ആഗ്രഹമില്ല, അതൊന്ന് നീ പറയാനായിട്ട് പറയാണ്. എനിക്ക് അവളെക്കുറിച്ചോ അവൾ എവിടെയാണെന്നോ ഒന്നും തന്നെ അറിയത്തില്ല, എന്നാലും അറിയാമെന്നുള്ള പറയുവാണെങ്കിൽ അവൾ വിചാരിക്കുന്ന പോലെ എന്നല്ല ഇപ്പോൾ തന്നെ എല്ലാവരോടും പറഞ്ഞു നടക്കുക നിൻ്റെ ലാസ്റ്റ് നെയിം അവൾ എടുക്കുമെന്നും എന്തൊക്കെയായാലും നിൻ്റെ വൈഫ് ആവുമെന്നൊക്കെ ഒരുപാട് പേരെടുത്ത് പറഞ്ഞു. ഇപ്പോൾ തന്നെ കോളേജ് മൊത്തം അറിയിച്ച് കാണും. അവൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കുക. പിന്നെ അവളാണെങ്കിൽ കോളേജിലേക്ക് വന്നിട്ട് ക്യാനിനോട് സംസാരിച്ചായിരുന്നു. അവളവനെ കുറേ പ്രാവശ്യം അടിച്ചു. ആ അടിയുടെ വേദന കാരണം ക്യാനാണെങ്കിൽ കുറേ ദിവസം ക്ലാസ്സിന് വരാൻ പറ്റിയില്ല. അവൻ ഡോക്ടറിൻ്റെ അടുത്തായിരുന്നു, അവൻ ഫുൾ ടൈം ഹോസ്പിറ്റലിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അവൻ തള്ളി കാച്ചി വിടുന്നതാണ് സിറിനും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ പറഞ്ഞ് പകുതി ആയിട്ടിട്ട് പിന്നെ സിർ ഒരു മൈൻഡും കൊടുക്കാതെ അങ്ങ് നിൽക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ക്യാനാണെങ്കിൽ ഒരു ദിവസം അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, സിർ എന്തോ കുറച്ച് ദിവസമുണ്ട് ഭയങ്കര സ്ട്രേഞ്ചായിട്ടാണ് പെരുമാറുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം അവനെങ്ങനെ നിന്നെ ചീറ്റ് ചെയ്യുവാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അഷിയാണെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങൾ തെറ്റാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ കേൾക്കാനായിട്ട് പറഞ്ഞിട്ട് അവൻ കാര്യം പറഞ്ഞ് തുടങ്ങുവാണ്. അതായത്
ക്യാന് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ക്ലാസ്സിലേക്ക് വരുമ്പോഴും എല്ലാം സിറാണ് അവൻ്റെ ബാഗ് വയ്ക്കുന്നതും അവൻ്റെ ബുക്സ് വയ്ക്കുന്നതും എല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും സിറാണ് നോക്കുന്നത്. അവനെക്കൊണ്ട് ഒരു കാര്യം തന്നെ എടുക്കാനോ ചെയ്യാനോ ഒന്നും സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അത് പറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് അവന് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, നിനക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് കാണിക്കാനായിട്ട് നീ ഞങ്ങളുടെ അടുത്ത് പറയാനായിട്ട് വന്നതല്ലേ എന്ന് വയ്ക്കുന്നുണ്ട്. ആ സമയം അല്ല, അവൻ ശരിക്കും സ്ട്രേഞ്ചായിട്ടാണ് പെരുമാറുന്നത്, ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് എന്തൊക്കെ വേണമെങ്കിലും, അതായത് ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന ടൈമിന് ഇവനെന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണമെങ്കിൽ ഇവനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ പോയി എടുക്കാമെന്ന് പറഞ്ഞ് സിർ ഇവന് വേണ്ടതെല്ലാം എടുത്ത് കൊടുക്കും. അപ്പോൾ ഇവനാണെങ്കിൽ ഒരു ദിവസം യോഗേർട്ട് വേണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ സിറാണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് കഴിക്കാൻ കുറേ യോഗേർട്ട് വാങ്ങിച്ച് വെച്ചേക്കുന്നു. അതുപോലെ തന്നെ അവൻ ഓർഡർ ചെയ്ത് എന്തെങ്കിലും പാഴ്സൽ വന്നു കഴിഞ്ഞാൽ അത് അവനെ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കത്തില്ല, പകരം സിർ ഓപ്പൺ ചെയ്യും. അതുപോലെ പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും ആരെങ്കിലും വഴി ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് അത് പറയാൻ സമ്മതിക്കത്തില്ല, പകരം അതിൻ്റെ ഇടയിൽ സിർ കയറിയിട്ട് അവൻ മറുപടി എല്ലാം പറയും. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാനും സമ്മതിക്കുന്നില്ല എന്ന് പറയും. ആ സമയം ഫ്രണ്ട്സ് ആണെങ്കിൽ അതവന് സ്ട്രെയിഞ്ച് ആയതുകൊണ്ടെന്നല്ല, നീയായിട്ട് അവൻ ഒബ്സേസ്ഡ് ആയിട്ടിരിക്കുകയാണെന്ന് ജിന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അങ്ങനെയാണെന്നുള്ള രീതിയിൽ ഇവ ഇരിക്കുകയാണ്. ആ സമയം സിർ കോൾ ചെയ്യുന്നതും ഫ്രണ്ട്സ് ആണെങ്കിൽ മതി നീ ഇപ്പം തന്നെ കുറേ നിൻ്റെ ബോയ് ഫ്രണ്ടിനെ പറ്റി പറയൂ, പോയി അവനോട് സംസാരിക്കുക, നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ക്യാനങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ബാഗ് വല്ലതും എടുത്തുകൊണ്ട് തിരിച്ചു പോവാണ്. ആ സമയം ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആയിട്ട് എൻ്റെ ദൈവം എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം. ആ സമയം അഷിയാണെങ്കിൽ ജിന്നിൻ്റെ അടുത്ത് അവർ ഭയങ്കരമായിട്ട് അങ്ങ് അടുത്ത് കഴിഞ്ഞല്ലോ, ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അഷി എന്തൊക്കെയോ ആലോചിക്കുകയാണ്. ജിന്നിനാണെങ്കിൽ വിമ്മിൻ്റെ മൈൻഡിലുള്ള കാര്യം ഒഴിച്ച് ബാക്കി എല്ലാവരുടെ മൈൻഡിലുള്ളതും ഇപ്പോഴും പഴയതുപോലെ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ മൈൻഡിൽ കൂടെ ഇപ്പോൾ എന്താണോ പോകുന്നത് അത് ജിന്നിന് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ അഷി ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നമ്മളെ കേൾപ്പിക്കുന്നില്ല. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം ക്യാനാണെങ്കിൽ സിറിൻ്റെ കൂടെ കോളേജിലേക്ക് വരുമ്പോൾ ക്യാൻ അവൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞാൽ തന്നെ സിറാണെങ്കിൽ ക്യാനിൻ്റെ ബാഗും ബുക്കും എല്ലാം വെച്ചൊക്കെയാണ്, ഇവനൊന്നും കൊടുക്കുന്നില്ല. എന്നാൽ ക്യാനാണെങ്കിൽ മതി ഞാൻ ക്ലാസ്സിലോട്ട് പോയിക്കോളാമെന്ന് പറഞ്ഞിട്ട് സിറിൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ ബാഗെല്ലാം വാങ്ങുന്നുണ്ട്. സിറപ്പോൾ നിൻ്റെ ക്ലാസ് വരെ ഞാൻ വരട്ടെ എന്ന് വയ്ക്കുമ്പോൾ അതൊന്നും വേണ്ട, നീ നിൻ്റെ ക്ലാസ്സിന് പോകുന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം സിർ ശ്രദ്ധിച്ച് ക്ലാസ്സിലിരിക്കണം, നന്നായിട്ടിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സിറാൻ്റെ കവളിൽ ഒരു കിസ് കൊടുത്തിട്ട് ബായ് പറഞ്ഞിട്ട് അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലാണ്. അങ്ങനെ ക്യാനാണെങ്കിൽ ക്ലാസ്സിലേക്ക് പോകാൻ തിരിയുമ്പോഴാണ് അവൻ്റെ മുന്നിൽ അഷി വന്നിരിക്കുന്നത്. അഷിയാണെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് വേണം പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് എങ്ങോട്ടോ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തുമ്പോഴത്തേക്കും ക്യാനാണെങ്കിൽ എന്താ വേണ്ടത്, നീ കാര്യം പറയാനായിട്ട് പറയാണ്. ആ സമയം അഷി അത് പിന്നെ നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു പെങ്കൊച്ചിൻ്റെ സംസാരിക്കുന്ന ഒരു പാവം പെങ്കൊച്ചാന്ന് പറയുന്നുണ്ട്. ക്യാനപ്പോൾ നീ വല്ല പെമ്പിള്ളേരെയും പറ്റിച്ചിട്ട് അവളുമാരുടെ വായിക്കാത്തിരിക്കുന്നതെല്ലാം ഞാൻ കേട്ട് പിടിക്കണമെന്ന് ചോദിക്കുകയാണ്. ആ സമയം അഷി അയ്യോ ഇത് അങ്ങനത്തെ കാര്യമൊന്നുമല്ല, എനിക്ക് ഈ പെങ്കൊച്ചായിട്ട് ബന്ധമൊന്നുമുള്ളതല്ല, പക്ഷേ ആ പെങ്കൊച്ചാണെങ്കിൽ ഒരു പാവം പെങ്കൊച്ച, അവളുടെ അവസ്ഥ കേട്ടപ്പോൾ എനിക്ക് കൂടെ സങ്കടം വന്നു, പ്ലീസ് ഒന്നൊന്ന് സംസാരിക്കുന്നു പറഞ്ഞിട്ട് അവനകത്തേ കൊണ്ടുപോകുന്നുണ്ട്. ഏത് പെങ്കൊച്ചാണെന്ന് ക്യാൻ ചോദിച്ചിട്ടൊന്നും തന്നെ അഷി പറയുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ നിനക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം അഷി ഇവനെ ഒരു കഫേക്കകത്താണ് വലിച്ചുകൊണ്ട് പോയത്. അത് ജിന്ന് കാണുന്നുണ്ടായിരുന്നു. ജിന്നിന് ഒരുപക്ഷെ അഷിയുടെ മനസ്സ് വായിച്ചപ്പോഴത്തേക്കും കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവൻ ആരെയും കോൾ ചെയ്യുന്നുണ്ട്. മിക്കവാറും സിർ ആവാനാണ് ചാൻസ്. ഇതേ സമയം ക്യാനിന് അഷിയാണെങ്കിൽ ആ ഒരു കഫേരകത്തേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും ക്യാൻ എന്താ കാര്യം, ആരാണത്, ഒന്ന് മര്യാദയ്ക്ക് പറയാമെന്ന് ചോദിക്കുന്നുണ്ട്. ക്യാനിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ സമയമാണ് അവൻ്റെ മുന്നിൽ ലുക്ക് പ്രേ വരുന്നത്. അങ്ങനെ അഷിയാണെങ്കിൽ ഇതാണ് പെങ്കൊച്ച്, ഒരു പാവം പെങ്കൊച്ച. സത്യം പറഞ്ഞാൽ അവൾക്കാണെങ്കിൽ സിറിനെ കല്യാണം കഴിഞ്ഞ് താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നാൽ അവളുടെ ഫാമിലി ഫോഴ്സ് ചെയ്തുകൊണ്ടാണ്. അവളെ കഥ കേട്ടപ്പോൾ എനിക്കും പാവം തോന്നിപ്പോയി. അവൾക്കാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻ്റെ ഇടയിൽ വരെ ഒരു താല്പര്യം ഇല്ലായിരുന്നു, അതുകൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ആക്കാനായിട്ടാണ് അവൾ വന്നേക്കുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾ ഇത്രയും പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും ക്യാനാണെങ്കിൽ ലുക്ക് പ്ലെയർ എടുത്ത് നിനക്ക് എന്താ വേണ്ടതെന്ന് നോക്കിയാണ്. ആ സമയം അവളാണെങ്കിൽ നിനക്ക് നാണോ മാനോ ഇല്ലേ, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാനൊക്കെ. ഞാനാണെങ്കിൽ എബ്രോഡ് പഠിക്കാൻ പോകുന്നതിന് മുന്നേ അവനുമായിട്ട് എൻഗേജ്ഡ് ആയതാണ്. അവനറിയാം അവൻ്റെ പെണ്ണ് ഞാനാണെന്ന്, പക്ഷേ അതിൻ്റെ ഇടയിൽ നീ കയറി വന്നിട്ട് അവൻ്റെ മനസ്സിപ്പോൾ മാറിയത്, എന്നും നാണം ഇല്ലാത്ത ഒരു മനുഷ്യനാണ് നീ എന്നൊക്കെ പറയുന്നുണ്ട്. അവളാണെങ്കിൽ അഷീയുടെ അടുത്ത് ഭയങ്കര സ്വീറ്റായിട്ട് സംസാരിച്ചിട്ടാണ് അഷീനെ കൊണ്ട് അവൾ പാവമാണെന്ന് വരുത്തി തീർത്തത്. എന്നാൽ ഇപ്പോൾ ഇവളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ അഷിയാണെങ്കിൽ ദൈവമേ ഇവൾ എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിച്ചത്, ക്യാനിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നൊരു തോന്നൽ അവനും വരുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ അവളുടെ അടുത്ത് നിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളവർ വളർത്തി വലുതാക്കി കൊണ്ടുവന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇതേപോലെ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് ഇമാതിരി കാര്യമൊക്കെ സംസാരിക്കാൻ നിനക്ക് നാണം തുടങ്ങിയ സാധനമില്ലേ, പ്രത്യേകിച്ച് നീ തന്നെ പറയുന്നുണ്ട് സിർ നിൻ്റെയാണ്, സിറിന് നിന്നെയാണ് ഇഷ്ടം, ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് അവനെ കൊണ്ടുപോകാൻ നോക്കിയതാണെന്നൊക്കെ. പക്ഷേ ഞാനും അവൻ മീറ്റ് ചെയ്തത് ഈ വർഷമാണ്, പിന്നെ നീ പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. നിനക്ക് സിർ നിന്നെ തന്നെ സെലക്ട് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ എന്ത് കാണിക്കാനാ നീ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് എന്നെ ഒഴിവാക്കാൻ നോക്കുന്നത്? അത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇമാതിരി പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ചീപ്പാണ്, ഭയങ്കര മോശമാണെന്ന് പറയുന്നുണ്ട്. ഉടനെ അവളാണെങ്കിൽ അവനെ അടിക്കുവാണ്.
ക്യാനപ്പോൾ തടയുന്നില്ല, പകരം സമാധാനമായോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവൾ ഇല്ലയെന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാൻ വരുമ്പോൾ ക്യാൻ അവളെ തടഞ്ഞിട്ട് എന്നെ ഇനി നിനക്ക് അടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് തടഞ്ഞങ്ങ് നിർത്തിക്കുകയാണ്. എന്നാൽ അവൾ പിന്നെയും അടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അങ്ങോട്ടേ കറക്റ്റ് സിർ വന്നിട്ട് അവളെ പിടിച്ച് മാറ്റുവാണ്. ആ സമയം അവളാണെങ്കിൽ സിർ ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട, മര്യാദയ്ക്ക് പോകാനായിട്ട് പറയുന്നുണ്ട്. അവളപ്പോൾ അവൻ്റെ കൈ പിടിച്ചിട്ട് സിർ എനിക്ക് ഇതിനെ ഇഷ്ടമാണെന്ന് പറയാണ്. ആ സമയം സിർ കൈ എടുക്കടി എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൾ കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഷൗട്ട് ചെയ്യുന്നുണ്ട്. ആ കഫേയിലിരിക്കുന്ന എല്ലാ ആൾക്കാരും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ ക്യാനിൻ്റെ അടുത്തേക്ക് എന്നിട്ട് നീ ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചിട്ട് അവൾ അടിച്ച ആ ഒരു കവളിലൊക്കെ അവൻ ഇങ്ങനെ തടവുവാണ്. അതേസമയം അഷി അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിൽ അഷീയുടെ അടുത്തും കുറച്ച് ദേഷ്യം അവന് തോന്നിയതുകൊണ്ട് തന്നെ അഷീനെയും ഒന്ന് ദേഷ്യത്തിൽ നോക്കിയിട്ടാണ് ക്യാനിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നത്. അഷി ആ സമയത്ത് ദൈവമേ ഫ്രണ്ട്സ് എല്ലാവരും അറിഞ്ഞുകഴിഞ്ഞാൽ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് അവനും പേടിച്ചങ്ങ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സിറും ക്യാനും തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ്. ലുക്പ്രെ അടിച്ച കവളിൻ്റെ അവിടെയായിട്ട് നല്ലൊരു ചുമന്ന് കിടപ്പുണ്ടായിരുന്നു ക്യാനിന്. അതുകൊണ്ട് തന്നെ സിർ ടെൻഷനാകുമ്പോൾ ക്യാനാണെങ്കിൽ ഞാൻ ഓക്കെയാണ്, നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നത്, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സിറിനെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് അല്ല അവളാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം എന്തൊക്കെയോ പറഞ്ഞല്ലോ, എന്താ സംഭവം നോക്കുന്നുണ്ട്. ആ സമയം അത് വീട്ടുകാർ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാണ് പറ്റത്തില്ല എന്ന്. പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ അവളെ ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു. ആ സമയം അവളാണെങ്കിൽ ഫോണിൽ കൂടെ എൻ്റെ ചെവിയിലേക്ക് അലറി വിളിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഞാനാണെങ്കിൽ ഓക്കെ നീ അതൊക്കെ വിട്ടേക്ക്, പിന്നെ ഇതൊന്നും കാര്യമൊക്കെ എടുക്കണ്ട, ഞാനൊരു പയ്യനല്ലേ, ഞാൻ ഭയങ്കര സ്ട്രോങ്ങാണ്, എല്ലാം ഞാൻ സെറ്റായിക്കോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം സിർ എന്നാലും ഞാൻ കാരണമല്ലേ നിനക്ക് ഈ അടി കിട്ടിയത്, ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ല, അതിന് ഞാൻ നിനക്ക് വാക്ക് തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ സിറിന് ഭയങ്കര കുറ്റബോധമുള്ള പോലെ തോന്നുന്നുകൊണ്ട് തന്നെ ക്യാനാണെങ്കിൽ അവനെ സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം ക്യാനാണെങ്കിൽ അവിടെ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ റിസപ്ഷൻ്റെ അവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് സോൺ വരാണ്. അങ്ങനെ സോണിനെ കാണുമ്പോൾ സിറിനെ കാണാൻ വന്നതാണെന്ന് നോക്കുമ്പോഴത്തേക്കും അതെ അച്ഛൻ തന്ന ഒരു ഗിഫ്റ്റ് അവന് കൊണ്ട് കൊടുക്കാനായിട്ട് വന്നതാണ്, പക്ഷേ ഇപ്പം നിന്നെ കണ്ടല്ലോ, നീ ഇത് അവൻ്റെ റൂമിലേക്ക് വച്ചേക്കെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ പക്ഷേ എനിക്ക് അവൻ്റെ റൂമിൻ്റെ പാസ്വേഡ് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും അതെങ്ങനെ അറിയാതിരിക്കാനാ, നിനക്കത് കറക്റ്റായിട്ട് അറിയാമായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് നീ ജനിച്ച ടൈം തൊട്ടേ നിനക്കത് അറിയാമായിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആ ഒരു കവറും വാങ്ങിച്ചുകൊണ്ട് സിറിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് ക്യാൻ വന്ന് നിൽക്കുന്നുണ്ട്. ആ സമയം അവൻ ജനിച്ച ടൈം തൊട്ടേ അവൻ അറിയാവുന്ന സോൺ പറഞ്ഞത് കേട്ടതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തൻ്റെ ബർത്ത്ഡേ ആയിരിക്കുമോ സിറിൻ്റെ പാസ്വേഡ് ലോക്ക് എന്ന് വിചാരിച്ചിട്ട് അവനാണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഓൺ ആവുന്നുണ്ട്. അവനാണെങ്കിൽ അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണോ പാസ്വേഡ് ലോക്ക് എന്നൊക്കെ ആലോചിച്ച് സന്തോഷിച്ചിട്ട് റൂമിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ അങ്ങനെ സിറിൻ്റെ റൂമിൻ്റെ അകത്ത് കയറിയിട്ട് ഒന്നും കണ്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ റൂമൊക്കെ ഇരുന്ന് നോക്കുന്ന ടൈമിന് അവൻ സ്കൂളിൽ പഠിച്ച ടൈമിലുള്ള ഇയർ ബുക്ക് അവിടെ ഷെൽഫിൽ ഇരിക്കുന്ന കണ്ടിട്ട് ഇവനാണെങ്കിൽ അല്ല എൻ്റെ സ്കൂൾ ടൈമിൽ ഇയർ ബുക്ക് എങ്ങനെയാണ് ഇവൻ്റെ കയ്യിൽ വന്നത് എന്നിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ക്യാനിൻ്റെ കുറേ ഫോട്ടോസ് ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ സ്കൂൾ ടൈമിനും പിന്നെ സിറും ക്യാനും ഇപ്പോൾ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പൊക്കെ ഉള്ളതാണ്. അപ്പോൾ ക്യാനിങ്ങനെ ആലോചിക്കുകയാണ് ഈ സിർ, അതായത് എൻ്റെ കൂടെയുള്ള ഈ സിർ ഇപ്പം പാരലൽ യൂണിവേഴ്സിൽ നിന്ന് വന്നതാണ്. അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സിറിന് എന്നെ അറിയത്തില്ല, എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ ഈ ഫോട്ടോസും കാര്യങ്ങളും ഈ ഇയർ ബുക്കും എല്ലാം ഇങ്ങനെ വന്നു, എങ്ങനെയാണ് എൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഇവിടെ വന്നതെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആ ബുക്കിൽ ഓരോ പേജ് തിരിച്ചു പോകുമ്പോഴും 1-2 ഫോട്ടോസ് വെച്ച് കിട്ടുന്നുണ്ട്. ഒരു ഫോട്ടോയുടെ പുറകിലെ കള്ളം പറയുന്നതിന് സോറി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം ഇവന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. അതായത് ഈ പാരലൽ യൂണിവേഴ്സ് മൊത്തത്തിൽ ഒരു കള്ളമാണ്. മുമ്പേ ഇവിടെ ഉള്ള സിർ തന്നെ സ്നേഹിച്ചിരുന്നു, ആ സിർ തന്നെയാണ് ഇപ്പം തൻ്റെ അടുത്ത് നിൽക്കുന്നത്, ആരും പാരലൽ യൂണിവേഴ്സിൽ നിന്ന് വന്നിട്ടില്ല എന്ന് അവനൊരു ഇത് വരുന്നുണ്ട്. അങ്ങനെ അവൻ നല്ല ദേഷ്യത്തിലാവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് സിർ തിരിച്ച് റൂമിലേക്ക് വരുന്നതാണ്. കൂടെ വിമ്മ് വന്നിട്ടുണ്ട്. വിമ്മ് സാധാരണ ആ ടൈമിലൊന്നും കോളേജിൽ നിന്ന് ഇറങ്ങുന്നതല്ല, അവൻ കോളേജിൽ ഒരു റൂമിൽ ഇരുന്നിട്ട്, അതായത് SU എന്നാണ് ആ റൂമിൻ്റെ പേര് പറയുന്നത്, അവിടെ ഇരുന്ന് പഠിക്കാറുണ്ട്. അങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് ജിന്നും വരാറുണ്ട്. അപ്പോൾ ജിന്നുമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായതുകൊണ്ട് തന്നെ അവൻ ജിന്നിനെ അവോയ്ഡ് ചെയ്യുവാണ്. അപ്പോൾ ജിന്ന് അങ്ങോട്ടേക്ക് വരുമെന്ന് അറിയാന്നുള്ളതുകൊണ്ട് തന്നെ അവൻ അവിടെ ഇരിക്കാതെ നേരത്തെ കോളേജിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ സിർ നീ എന്തുപറ്റി നേരത്തെ ഇറങ്ങിയത്, ആരെങ്കിലും അവോയ്ഡ് ചെയ്യുക വല്ലതും ചെയ്യുവാണോ എന്ന് സിറിന് അറിയാൻ തോന്നുന്നു. അങ്ങനെ വെച്ച് ചോദിച്ചാണെന്ന് തോന്നുന്നു. ആ സമയം അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് സിറിൻ്റെ കൂടെ അവൻ്റെ റൂമിലേക്ക് കയറാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച് നീ ക്യാൻ്റെ അടുത്ത് സത്യം എപ്പോഴാണ് പറയുന്നത് എന്നൊക്കെ ചോദിച്ചു വരാണ്. ആ സമയം സിർ നോക്കിയപ്പോൾ ആ ഇയർ ബുക്ക് ഷെൽഫിൽ വെച്ചിരുന്നത് ഇപ്പോൾ ടേബിളിലിരിക്കുന്നു. അപ്പോൾ അവനൊരു ഡൗട്ട്, ആരെങ്കിലും അവൻ്റെ റൂമിലേക്ക് വന്നോ. അവനങ്ങനെ വിമ്മിൻ്റെ അടുത്ത് നീ എൻ്റെ റൂമിൽ നേരത്തെ വന്നായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. വിമ്മപ്പോൾ ഇല്ല എന്നുള്ള രീതിയിൽ വീണ്ടും ക്യാനിൻ്റെ അടുത്ത് സത്യങ്ങൾ പറയുന്നില്ല, പാരലൽ യൂണിവേഴ്സ് അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സിറിന് ഉറപ്പാവുന്നുണ്ട് ആരോ തൻ്റെ റൂമിൽ കയറിയെന്ന്. അപ്പോൾ കയറിക്കഴിഞ്ഞാൽ ഈ ഇയർ ബുക്ക് കാണുമ്പോൾ എന്തായാലും സത്യം മനസ്സിലാവും. അങ്ങനെ അവൻ ദേഷ്യപ്പെട്ടിട്ട് നിൻ്റെ അടുത്തല്ലേ ചോദിച്ചത്, നീയാണോ കയറിയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അല്ല ഞാനല്ല, എന്താ പറ്റി, എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. ആ സമയം കറക്റ്റ് അവിടെ അകത്തുണ്ടായിരുന്ന റൂമിൽ നിന്ന് ക്യാൻ പുറത്തേക്ക് വരികയാണ്. അവൻ്റെ ആ ഒരു മുഖത്ത് നോട്ടം കാണുമ്പോൾ തന്നെ വിമ്മിനും സിറിനും കാര്യം മനസ്സിലാവുന്നുണ്ട്. അതായത് ആ ഒരു കള്ളത്തരം പൊളിഞ്ഞു എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ടെൻഷനായി നിൽക്കുന്നുണ്ട്. ക്യാനാണെങ്കിൽ നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.